സ്തുതിക്കുമല്ലോ. വളരെ പാരമ്പര്യമുള്ള ഒരു CSI കുടുംബത്തിൽ അനുഗ്രഹീതരായ മാതാപിതാക്കളുടെ 7 മക്കളിൽ ഇളയ മകനായി ജനിക്കാനുള്ള ഭാഗ്യം എനിക്ക് ദൈവം തന്നു. ബെച്ചുച്ചിറ എന്ന കൊച്ചൊരു ഗ്രാമത്തിലാണ് എൻ്റെ മാതാപിതാക്കൾ കഴിഞ്ഞ 100-ൽ പരം വർഷമായിട്ട് താമസിക്കുന്നത്. അതിനു മുമ്പ് അവർ നിരണത്ത് ഉള്ള വാഴപ്പള്ളിയിൽ കുടുംബത്തിൽ പാർത്ത ശേഷമാണ് ബെച്ചുച്ചിറയിലേക്ക് കുടിയേറി പാർത്തത്. 18-ാമത്തെ വയസ്സ് മുതൽ 4 ജ്യേഷ്ഠന്മാർക്കും 2 സഹോദരിമാർക്കും അപ്പനും അമ്മയ്ക്കും വളരെ ഭാരമുളവാക്കിയ ഒരു ചെറുപ്പക്കാരനായിട്ട് ഞാൻ വളർന്നു. ഈ പുസ്തകം എടുക്കുവാനോ നിങ്ങളുടെ നടുവിൽ നിൽക്കുവാനോ അർഹതയോ യോഗ്യതയോ ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. മെബീബോവാസ്യത്തിന് ദാവീദിൻ്റെ ഡൈനിങ് ടേബിളിൽ നിത്യമാഹാരം കഴിക്കാൻ ഭാഗ്യം ലഭിച്ചതുപോലെ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ. യാതൊരു അർഹതയില്ലാത്ത ഇടത്തു നിന്നാണ് കർത്താവ് എന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. എൻ്റെ സ്വഭാവം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത നിലയിൽ ഞാൻ ലോകപ്രകാരം അധപ്പതിച്ചൊരു മനുഷ്യനായിരുന്നു. എൻ്റെ സ്വഭാവത്തിൻ്റെ രൂപീകരണത്തിന് വേണ്ടി ഏറ്റവും അധികം പ്രാർത്ഥിച്ചത് എൻ്റെ അമ്മച്ചിയാണ്. എൻ്റെ അമ്മച്ചി CSIയിലായിരുന്നെങ്കിലും നല്ല പ്രാർത്ഥിക്കുന്ന ഒരു മാതാവായിരുന്നു. എൻ്റെ അമ്മച്ചിയുടെ അപ്പച്ചനുൾപ്പെടെ സഹോദരങ്ങളൊക്കെ മർത്തോമാ സഭയിലെ അനുഗ്രഹിക്കപ്പെട്ട ഉപദേശിമാരാണ്. ഇവിടെ ഗമ്പനകളിലൊക്കെ എൻ്റെ അമ്മച്ചിയുടെ ആങ്ങളന്മാർ വന്ന് പാർത്ത് കർത്താവിൻ്റെ വേല ചെയ്തവരൊക്കെ സമുദായസ്ഥരാണ്. ഒത്തിരി ഉപവസിച്ചു, ഒത്തിരി പ്രാർത്ഥിച്ചു. പക്ഷേ എൻ്റെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഉണ്ടായില്ല. ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ റാന്നിയുടെ അന്നത്തെ നേതാവായിരുന്ന ശ്രീമാൻ സണ്ണി പനവേലി എന്നറിയപ്പെടുന്ന ആ വ്യക്തിയുടെ കൂടെ പാർട്ടിയിലെ ഒരു സജീവ പ്രവർത്തകനായി പ്രവർത്തിക്കുമ്പോൾ തന്നെ പ്രായത്തിൽ കവിഞ്ഞുള്ള സ്നേഹിതരും കൂട്ടുകാരും രാഷ്ട്രീയമായ സ്വാധീനവും അല്പമല്ലാത്ത ഭവനത്തിലെ സാഹചര്യങ്ങളൊക്കെ കൊണ്ട് തികഞ്ഞ ഒരഹങ്കാരിയായി ലോകപ്രകാരം ജീവിപ്പാനിടയായി. എൻ്റെ സ്വഭാവത്തിന് ഒരു രൂപീകരണം കാണാത്തതുകൊണ്ട് ഒത്തിരി ഭാരപ്പെട്ട എൻ്റെ മാതാവും പിതാവും സഹോദരങ്ങളും കോട്ടയം മെഡിക്കൽ സെൻ്റർ എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 27 ദിവസം അവിടെ ഇട്ട് കുത്തിവെച്ചു. കുത്തിവെച്ചത് എൻ്റെ മദ്യപാന സ്വഭാവം മാറാൻ വേണ്ടിയാണ്. 27-ാമത്തെ ദിവസം മദ്യപിച്ചിട്ട് ഛർദ്ദിക്കുമെന്ന് എന്നെ ബോധ്യപ്പെടുത്തി. അങ്ങനെ അവിടെ സംഭവിച്ചു. പക്ഷേ മടങ്ങി വീട്ടിൽ വന്ന് പിറ്റേ ദിവസം ഞാൻ പതിവ് പോലെ ചെയ്തു. ഒരു കുഴപ്പവും ഉണ്ടായില്ല. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛനോടും അമ്മയോടും ആരോ പറഞ്ഞു, അടിമാലി എന്ന സ്ഥലത്ത്, അടിമാലി അങ്ങ് ഹയർ റേഞ്ചിൽ അടിമാലി എന്ന സ്ഥലത്ത് ഒരു അച്ഛനുണ്ട്. അച്ഛൻ്റെ ആശ്രമത്തിൽ ചെന്നാൽ കണ്ണിൽ എന്തോ ഒരു പൊടി തിരുമും, അത് തിരുമ്മിയാൽ പിന്നെ ആൾ ശരിയാകുമെന്ന് പറഞ്ഞ് എന്നെ ഒരു വണ്ടിയിൽ കയറ്റി അങ്ങ് അടിമാലി കൊണ്ടുപോയി, മൂന്നാറിനടുത്ത്. അച്ഛൻ്റെ ആശ്രമത്തിൽ കൊണ്ടുപോയി കണ്ണിലെ പൊടിയൊക്കെ തിരുമ്മി. പക്ഷേ എൻ്റെ കണ്ണ് കലങ്ങിയെന്നല്ലാതെ സ്വഭാവത്തിന് മാറ്റമൊന്നും ഉണ്ടായില്ല. നേരത്തെ മനസ്സ് കലങ്ങിയതായിരുന്നു, ഇപ്പോൾ കണ്ണൂടെ കലങ്ങിയെന്നുള്ളതേ ഉള്ളൂ. പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വന്നില്ല. എനിക്കും രാത്രി സമയത്ത് ഈ മദ്യപിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ കിട്ടാത്തത് കൊണ്ട് അതിൻ്റെ ശാരീരികമായ വിറയിലും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് എവിടെ കിട്ടുമെന്നറിയാതെ ഞാനിങ്ങനെ വിഷമിക്കും. ഒരു മുറിക്കകത്ത് ഭയങ്കര സന്തോഷവും ചിരി. അപ്പം ഞാൻ ഓർത്തത് ഇങ്ങനെ ഈ കള്ളുകുടിയന്മാരെ കൊണ്ടെടുത്ത് ചിരിക്കുന്നവന്മാരുണ്ടല്ലോ എന്നറിയാൻ ഞാനിങ്ങനെ കഥകിൻ്റെ ഈ താക്കോൽ പലരോട് നോക്കിയപ്പോൾ ഈ പൊടി തിരുമെന്ന അച്ഛനും പാർട്ടിയും കൂടെ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം ഉണ്ടായ സംഭവമാണ്, ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. സ്തോത്രം. അവിടുന്ന് ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയുടെ ആരോ പറഞ്ഞ് ആഞ്ഞിലിത്താനോ എന്നും പറഞ്ഞ് ചങ്ങനാശ്ശേരിക്ക് അടുത്തൊരു സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുപോയാലൊരു കൃഷ്ണൻ വൈദ്യനുണ്ട്. കൃഷ്ണൻ വൈദ്യന്
ഒരു കറപ്പോ ഏതോ സാധനം കൊടുക്കും. പിന്നെ ആയുസി കുടിക്കരുതെന്ന് പറഞ്ഞ് എന്നെ വലിച്ചു കയറ്റി വണ്ടിയെ കയറ്റി ബലമായിട്ട് ആഞ്ഞിലിത്താനത്ത് കൊണ്ടുപോയി കൃഷ്ണൻ വൈദ്യൻ്റെ മരുന്നെല്ലാം കഴിപ്പിച്ചു. പക്ഷേ ഞാൻ പിന്നെ പഴയ സ്വഭാവം തന്നെ തുടർന്നു. അപ്പോൾ ആരോ പറഞ്ഞു, ഈ അത്തിക്കയം എന്ന സ്ഥലത്തിനടുത്ത് ഉന്നത്താനി എന്നൊരു സ്ഥലമുണ്ട്, അവിടെ ഒരു സിദ്ധനുണ്ട്, സിദ്ധൻ്റെ അടുക്കെ കൊണ്ടുപോയാൽ എൻ്റെ സ്വഭാവം മാറുമെന്ന് പറഞ്ഞ് എന്നെ അടുത്ത വണ്ടി കയറ്റി സിദ്ധൻ്റെ അടുക്കെ കൊണ്ടുപോയി. അവിടെ ചെന്ന് അയാൾക്ക് ചെയ്യാവുന്ന എല്ലാ പരിപാടിയും ചെയ്തു. പക്ഷേ സ്വഭാവത്തിന് മാറ്റമൊന്നും ഉണ്ടായില്ല. ഒരുത്തർക്കും സ്വഭാവത്തിന് മാറ്റം വരുത്താൻ കഴിയത്തില്ല. മാറ്റം വരുത്താൻ യേശുവിനെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. ഇങ്ങനെ ഒരു പുള്ളിയാണോ 2-3 ദിവസമായിട്ട് പ്രസംഗിച്ചതൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഇപ്പം വരുന്നില്ലേ? ഒരല്ലിയ പറഞ്ഞാട്ടെ. ക്രൈസ്തലോ, ഇതെല്ലാം എൻ്റെ ചെറുപ്രായത്തിലെ കാര്യമാണ് പറയുന്നത്. ഞാൻ 24-ാമത്തെ വയസ്സിൽ നല്ല യൗവനത്തിൽ രക്ഷിക്കപ്പെട്ടു. 24-ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ടു. കഴിഞ്ഞ 36-ൽ പരം വർഷങ്ങളായി കർത്താവിൻ്റെ കൃപയിൽ ഇങ്ങനെ നിന്ന് കർത്താവിൻ്റെ വേല ചെയ്യുകയാണ്. ഒരു നല്ല അല്ലിയ പറഞ്ഞാൽ. അപ്പം ജീവിതമാകെ നിരാശയിലായിട്ട് ഞാൻ നിരാശയുള്ള എല്ലാവരും ചിന്തിക്കുന്ന കാര്യം ഞാനും ചിന്തിച്ചു. എന്നിട്ട് ഞാൻ മരിക്കാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ അടുത്ത് പെരുന്തേനരുവി എന്ന് പറയുന്ന വലിയൊരു അരുവിയുണ്ട്. ഇപ്പോൾ അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായേക്കാം. അന്ന് ടൂറിസ്റ്റ് കേന്ദ്രമൊന്നുമല്ല. അവിടെ 2 അരുവിയാണ്. പെരുന്തേനരുവിയുണ്ട്, നാവീണരുവിയുണ്ട്. മോളിൽ നാവീണരുവിയും താഴെ പെരുന്തേനരുവിയാണ്. ഈ നാവീണരുവിക്കകത്തൊക്കെ വീണാൽ പിന്നെ ഒരിക്കലും രക്ഷപ്പെടത്തില്ല. അത്ര വലിയ കനത്ത വെള്ളച്ചാട്ടമുള്ള സ്ഥലമാണ്. ഞാൻ നന്നായിട്ട് മദ്യപിച്ച ശേഷം ഏറ്റവും ഉയർന്ന പാറയിൽ നിന്ന് നാവീണരുവിയുടെ ആഴമേറിയ കൈതലേക്ക് എടുത്തു ചാടി. അവിടെ അങ്ങനെ ചാടിയിട്ടുള്ളവരെയൊക്കെ 4-5 ദിവസം കഴിഞ്ഞ് ഫയർഫോഴ്സുകാർ ഏതെങ്കിലും പാറയുടെ എടുക്കുന്ന വലിച്ചൂരിയെടുക്കുക. പക്ഷേ ഞാനങ്ങോട്ട് വീണതുപോലെ പൊങ്ങിഞ്ഞു പോന്നു. പ്രൈസ്തലോ. അപ്പോൾ എൻ്റെ ആ ആഗ്രഹം നടന്നില്ല. എങ്കിലും ഞാൻ നിരാശിതനായില്ല. വീണ്ടും ആ ആഗ്രഹം തുടരാൻ തീരുമാനിച്ചു. ഞാൻ 4 കുപ്പി മാരകമായ വിഷം വാങ്ങിക്കൊണ്ട് വന്ന് ഒരു വലിയ ഗ്ലാസ്സിനകത്ത് നിറച്ചൊഴിച്ചിട്ട് ഒന്നിച്ച് കുടിച്ചു. അതുകൊണ്ട് 1 കുപ്പി വിഷം കുടിക്കാനൊക്കെ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ സൂക്ഷിച്ചോണം, ചാകത്തില്ല. 4 കുപ്പി ഒന്നിച്ച് കുടിച്ചു. 4 കുപ്പി വിഷം കുടിച്ചിട്ട് രാവിലെ ബോഡി തപ്പി ആരും നടക്കാതിരിക്കാൻ വീടുമായിട്ട് ഏറ്റവും അടുത്തുള്ള വഴിയോരത്ത് ഞാൻ കിടക്കുകയാണ്. രക്തം ഒമിറ്റ് ചെയ്ത് കിടക്കുന്ന എന്നെ അർദ്ധരാത്രി വന്ന ഒരു ശമരിയാക്കാരൻ, അദ്ദേഹം ഒരു ബന്ധിക്കോസുകാരനായിരുന്നു. അദ്ദേഹം ഒരു ലോറിയുടെ ക്ലീനറായിരുന്നു. അദ്ദേഹം രാത്രിയിൽ ലോറി കൊണ്ടിട്ടിട്ട് അരണ്ട വെളിച്ചത്തിൽ 5 പൈസയുടെ ഒരു മെഴുകുതിരി ഒരു ചിരട്ടയ്ക്കകത്ത് വെച്ച് പിടിച്ചുകൊണ്ട് റോഡിൽ നടന്നു വരുമ്പോൾ ഒരു ഞരക്കം കേട്ടുകൊണ്ട് നോക്കുമ്പോൾ എന്നെ കണ്ടു. ഞാൻ നാട്ടിൽ അറിയപ്പെടുന്ന ഒരാളായതുകൊണ്ട് അവർ ഓടിച്ചെന്ന് 1.5 കിലോമീറ്റർ പുറകോട്ട് ഓടി ആ രാത്രി ഒരു ജീപ്പ് വിളിച്ചുകൊണ്ട് വന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ദീർഘമായ ദിവസങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ രക്തം ഒമിറ്റ് ചെയ്തുകൊണ്ടേ കിടന്നു. ഒരു ഭാഗത്ത് എങ്ങനെയും ഈ മനുഷ്യൻ്റെ തലയിൽ അങ്ങ് മണ്ണിടണേന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടർ, മറുഭാഗത്ത് മറ്റു നിലയിൽ പ്രാർത്ഥിക്കുന്ന എൻ്റെ അമ്മച്ചി. ഇതെല്ലാം ഉള്ളപ്പോൾ ദീർഘമായ ദിവസങ്ങൾക്ക് ശേഷം ഹോസ്പിറ്റലിൻ്റെ ഐസിയുവിൻ്റെ വാതിൽക്കൽ നിൽക്കുന്ന എൻ്റെ അമ്മച്ചിയുടെ അടുക്കൽ പ്രധാനപ്പെട്ട ഡോക്ടർ ഇറങ്ങി വന്ന് പറഞ്ഞു, ഈ കിടക്കുന്ന ആളിൻ്റെ അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉടനെ അമ്മ പറഞ്ഞു, ഞാൻ അവൻ്റെ അമ്മയാണ്. ഓക്കെ, അടുത്ത് വരാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ചെയ്യാൻ സാധ്യമായതെല്ലാം ചെയ്തു, അറിയിക്കാനുള്ളവരെയൊക്കെ അറിയിച്ചോളാൻ പറഞ്ഞു. ഉടനെ എൻ്റെ അമ്മച്ചിയുടെ അകത്തെ ആത്മ മനുഷ്യൻ അങ്ങ് ദേഷ്യത്തിലായി. അമ്മച്ചി ഡോക്ടറാന്നൊക്കെ ഓർക്കാതെ പറഞ്ഞു, ഡോക്ടർ എന്തോ വർത്താനോ പറയുന്നത്, ഞാൻ അറിയിക്കാനുള്ളവനെ അറിയിച്ചല്ലേ ഇങ്ങോട്ട് വന്നേ. ഈ ഡോക്ടർ പറഞ്ഞ അറിയിക്കാനുള്ളവരെ അറിയിച്ചോളാനാ. പക്ഷെ എൻ്റെ അമ്മ പറയുകയാണ്, അറിയിക്കാനുള്ളവനെ അറിയിച്ചാ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. സ്തോത്രം. ഡോക്ടർ പറഞ്ഞത് ഞാൻ അവൻ്റെ കണ്ണ് തിരുമ്മി അടയ്ക്കുമെന്നല്ലേ? ഇല്ല ഡോക്ടറെ, അവൻ എൻ്റെ കണ്ണ് തിരുമ്മി അടയ്ക്കും. എൻ്റെ ദൈവം ആരാന്നറിയാമോ? ഈ ഡോക്ടർ ആകപ്പാട് ഇനി അമ്മയ്ക്ക് വല്ല മാനസിക പ്രശ്നം ഉണ്ടായതാണോ എന്നറിയാതെ ഈ മനുഷ്യൻ പെട്ടെന്ന് അങ്ങ് മാറിപ്പോയി. കാരണം അമ്മ പരിസരം മറന്നാ സംസാരിച്ചേ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്ന ആളിൻ്റെ തൻ്റെ ഇടം മനസ്സിലായോ? ഡോക്ടർ പറഞ്ഞു മരിച്ചു, അറിയിക്കാനുള്ളവരെ അറിയിച്ചോളാൻ. അമ്മ പറഞ്ഞു മരിക്കത്തില്ല, ഞാൻ അറിയിക്കാനുള്ളവനെ അറിയിച്ചാ വന്നേന്നേ.
അല്ല പ്രാർത്ഥിക്കുന്നവന് ഭയങ്കര ധൈര്യമാണ്. എന്നിട്ട് എൻ്റെ അമ്മ പറയാണ്, ഞാൻ അവൻ്റെ കണ്ണ് തിരുമ്മി അടയ്ക്കത്തില്ല, അവൻ എൻ്റെ കണ്ണ് തിരുമ്മി അടയ്ക്കുമെന്ന് പറഞ്ഞു. ഇത് 82 പറഞ്ഞ കാര്യമാണ്. 96 അമ്മ പറഞ്ഞത് നടന്നു കേട്ടോ. ഞാൻ അമ്മയുടെ കണ്ണ് തിരുമ്മി അടച്ച്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് രാത്രി ഡോക്ടർ അല്ല നിന്റെ ആയുസ് നിശ്ചയിക്കുന്നത്, സ്വർഗത്തിലെ ദൈവമാ നിന്റെ ആയുസ് നിശ്ചയിക്കുന്നത്. നല്ല പോലെ കരമടിച്ച് രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് പദ്ധതിയുള്ളവൻ ജീസസ്. ദൈവത്തിന് പദ്ധതിയുള്ളവനെ കല്ലേ കൊണ്ട് അരച്ച ചാകത്തില്ലെന്ന് എൻ്റെ വിശ്വാസം. ഇന്ന് രാത്രി ആരെങ്കിലും മാതാപിതാക്കൾ തലമുറയെക്കുറിച്ച് ഓർത്ത് കരയുന്നെങ്കിൽ ഓർത്തോ, ഇന്ന് രാത്രി നീ ഒന്ന് പ്രാർത്ഥനയ്ക്ക് തയ്യാറായി. ദൈവം ആ തലമുറ വിടുവിക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ മാത്രം ആ കരം നല്ലപോലെ നടിച്ച് ദൈവത്തെ ആരാധിച്ച്. വീണ്ടും സൗഖ്യമായിട്ട് നാട്ടിൽ വന്ന എന്നെ എൻ്റെ ഒരു ജ്യേഷ്ഠന് ഭോപ്പാലിലുണ്ട്, ഒരു പെങ്ങളും അളിയനും ഭോപ്പാലിലുണ്ട്. അവരെ നിർബന്ധിച്ചെന്നെ ഭോപ്പാലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് അവർ തന്നെത്താൻ എനിക്കൊരു കൊച്ചു കമ്പനിയൊക്കെ ഇട്ട് തന്ന് മാനം മര്യാദയ്ക്ക് ജീവിക്കാൻ വേണ്ടി അത്യാവശ്യം മിഷനറികളൊക്കെ മേടിച്ച് അന്ന് ബിൽഡിങ്ങൊക്കെ വാടകയ്ക്കെടുത്ത് BHLലെ ജോബുകൾ എടുത്തുകൊണ്ട് വന്ന് ചെയ്തു കൊടുക്കുന്ന ഒരു കൊച്ചു കമ്പനിയൊക്കെ എനിക്ക് ഫോം ചെയ്ത് തന്നു. പക്ഷേ അവിടെയും എൻ്റെ സ്വഭാവത്തിന് മാറ്റമൊന്നും വന്നില്ല. ദൈവമാണ് എന്നെ വിടുവിച്ചതെന്ന് മനസ്സിലാക്കാനുള്ള ബോധം വന്നില്ലായിരുന്നു. പിശാചെന്നെ ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ്. നല്ല ആരോഗ്യവാനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു അന്ന്. സ്തോത്രം. അപ്പോൾ ആ അഹങ്കാരം എൻ്റെ മനസ്സിലുണ്ട്. ഇങ്ങനെ ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം വീണ്ടും ഈ സൂയിസൈഡ് സിംറ്റം എന്നെ ഇങ്ങനെ പിടിച്ചിരിക്കുക. ആ പിശാച് എന്നിൽ നിന്ന് മാറുന്നില്ല. ഒരു ദിവസം നന്നായിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങി കിട്ടാവുന്നത് മാക്സിമം മേടിച്ച് മദ്യപിച്ചിട്ട് ഞാൻ നേരെ ഭോപ്പാലിലെ ഓൾഡ് ഭോപ്പാലിലെ പഴയ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് റെയിൽവേ പാളത്തെ തലവെക്കാനായിട്ട് പോയി. തലവെക്കാൻ പോയത് വരെ എനിക്ക് ഏകദേശം ഒരു ഓർമ്മയുണ്ട്. പക്ഷെ എനിക്ക് സുബോധം വരുമ്പോൾ ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിനകത്തിരിക്കുക. ഈ 2 ബോഗികൾ തമ്മിൽ ചേരുന്ന ആ ഭാഗത്ത് കുറേ ഗാവുകാരെല്ലാം ഇരിപ്പുണ്ട്. അവരുടെ നടുക്ക് ഞാനിരിക്കുക. എങ്ങനെ ട്രെയിനിൽ കയറിയെന്ന് എൻ്റെ പൊന്ന് പാസ്റ്റർ ഇപ്പോഴും എനിക്കറിയത്തില്ല. സ്തോത്രം. അങ്ങനെ ഞാൻ തിരിച്ചു വന്ന് ഭോപ്പാലിൽ നിന്ന് കയറി നാഗ്പൂരി വന്ന് ഇറങ്ങി കിട്ടും. ഇറങ്ങുമ്പോൾ ട്രെയിൻ കേരള എക്സ്പ്രസ്സാണ്. എനിക്ക് തെറ്റ് പറ്റിയെങ്കിലും ദൈവത്തിന് തെറ്റ് പറ്റിയിട്ടില്ല. ആ വരവ് ഞാൻ നാട്ടിൽ വന്നു. ഒത്തിരി കള്ളമൊക്കെ വീട്ടിൽ പറഞ്ഞു നോക്കിയാൽ ഞാൻ വരുന്നതിന് മുമ്പ് എൻ്റെ ജ്യേഷ്ഠന് ടെലഗ്രാം അടിച്ചായിരുന്നു, ഞാൻ മിസ്സായി കാണാനില്ലെന്നും പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കള്ളമെല്ലാം ചീറ്റിപ്പോയി. ഫ്രൈസലോ. അങ്ങനെ ഒത്തിരി കഥകൾ എൻ്റെ 24 വയസ്സിനകത്തുണ്ടായി. മരണത്തെ മുഖാമുഖം കണ്ട അനേക രാത്രികൾ. ഒരു രാത്രി പഠിക്കാൻ വേണ്ടി റൂമിൽ കയറിയ ഞാൻ പഠിക്കുന്ന കണ്ടും വെച്ച് അമ്മച്ചി വലിയ കാര്യമായിട്ട് ഈ പ്രാവശ്യം എങ്ങനെങ്കിലും ഇവന് നല്ല മാർക്കോടെ പാസ്സാകണമെന്ന് വിചാരിച്ച് എനിക്ക് ഇടയ്ക്കിടെ കടുങ്കാപ്പി കൊണ്ടുത്തരുന്നു. ഉറക്കം വരാതിരിക്കാൻ ബേസിനകത്ത് ചവിട്ടിയിരുന്ന് പഠിക്കാൻ വേണ്ടി ബേസിനകത്ത് വെള്ളം കൊണ്ടു വെക്കുന്നു. അങ്ങനെ കണ്ടേച്ച് അമ്മ ഒരു 11 മണിയൊക്കെ കഴിഞ്ഞ് കയറിപ്പോയതാ. ഞാൻ രാവിലെ വന്ന് നോക്കുന്നുണ്ട് ബേസിന് അവിടെ ഇരിപ്പുണ്ട്, കടുങ്കാപ്പി അവിടെ ഇരിപ്പുണ്ട്, പാഠപുസ്തകം തുറന്നു വെച്ചേക്കാൻ ഞാൻ അവിടെ ഇല്ല. ഞാൻ ആ രാത്രി ഏതോ ഒരു യാമത്തിൽ വീട് വിട്ടിറങ്ങി. ഏതോ ഒരു ആത്മാവിനെ നടത്തിക്കൊണ്ടുപോയി വെച്ചുച്ചിറയിൽ നിന്ന് കനകപ്പലം വഴി, എരിമേരിയെ കൂടെ, കണ്ണിമല വഴി, വെള്ളനാടി വഴി, മുണ്ടക്കയം വഴി ഞാൻ അങ്ങ് ചെന്നാപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു തോട്ടത്തിനകത്ത് ചെന്ന് നിൽക്കുക. നേരം എടുത്തപ്പോൾ ഞാൻ ഒരു തോട്ടത്തിൽ നിൽക്കുക. എങ്ങനെ അവിടെ ചെന്നൊരു പിടിയില്ല. എൻ്റെ 2 കാലേ കൂടെ ഈ ചെരുപ്പൊക്കെ പൊട്ടി ചോര ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഹലോ, മനസ്സിലാകുന്നുണ്ടോ? ഒരു നിലയിലും മുൻപോട്ട് ജീവിക്കാൻ കഴിയാതെ പൈശാചിക ശക്തികൾ എന്നെ ഇങ്ങനെ അലട്ടിക്കൊണ്ട് മരണത്തിലേക്ക് തള്ളിക്കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. പക്ഷേ അവിടെയെല്ലാം എൻ്റെ അമ്മ വിട്ടുകൊടുത്തില്ല കേട്ടോ. ഞാൻ പകല് പറഞ്ഞ പോലെ മറിയ ലാസറിൻ്റെ ഉയർപ്പ് കാണുന്നത് വരെ പ്രാർത്ഥിച്ചതുപോലെ എൻ്റെ വിടുതൽ കാണുന്നത് വരെ എൻ്റെ അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഇന്ന് പകൽ രാത്രി പ്രാർത്ഥിക്കാൻ ഒരു കുടുംബം തയ്യാറാണെങ്കിൽ തലമുറ എത്ര വഴിതെറ്റിപ്പോയാലും അവനെ മടക്കിക്കൊണ്ടുവരുവാൻ പ്രാർത്ഥനയ്ക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ നന്നായി ഒരു നിമിഷം ദൈവത്തെ സ്തുതിക്കട്ടെ. എന്ത് ചെയ്യണമെന്നറിയാതെ 84 ഞാൻ എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ PV ആശാരി ഉപദേശിയുടെ ശുശ്രൂഷയിൽ രക്ഷിക്കപ്പെട്ട നെടുമ്പിലാക്കൽ ജോർജ് കുട്ടി എന്ന് പറയുന്ന ഞങ്ങളുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു ചട്ടമ്പിയായ മനുഷ്യൻ രക്ഷിക്കപ്പെട്ട്
താനിങ്ങനെ സുവിശേഷ വേല ചെയ്തുകൊണ്ട് എല്ലാ വീടും കയറും. അങ്ങനെ അദ്ദേഹം ഈ വീടിൻ്റെ പടിക്ക് വരുമ്പോഴേ പെരുവാന്നറിയിക്കാൻ വേണ്ടി ഒരു പാട്ട് പാടും. പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനായി യേശു ക്രൂശിലേറി തൻ്റെ ജീവൻ അർപ്പിച്ചുള്ള പാട്ടൊക്കെ പാടിയാണ് വരുന്നത്. അങ്ങനെ പാടിക്കൊണ്ട് ആ മനുഷ്യൻ വാതക്ക് വരുമ്പോഴേ ഞാൻ അമ്മയോട് പറയുന്നുണ്ട്, ആ ചോറ് കൂട്ടി വരുന്നുണ്ട്, ഞാൻ ഇല്ലെന്ന് പറഞ്ഞേക്കാൻ പറയും. എന്നിട്ട് ഞാൻ ആ വീടിൻ്റെ പുറകിൽ കൂടെ ചാടി 2 കയ്യാലെ താഴെ പോയി നിൽക്കും ഈ മനുഷ്യൻ പോകാൻ വേണ്ടിയിട്ട്. എൻ്റെ അമ്മച്ചിയുടെ സ്വഭാവമല്ലേ, അമ്മച്ചി ചോറ് കൂട്ടി പറയും, മോനെ നീ ഒരു 10 മിനിറ്റ് പാടാതെ മിണ്ടാതെ ഇരിക്കാമേ, അവന് നീ കയറി വരും, നീ പോയെന്ന് വിചാരിച്ച്, അതുകൊണ്ട് മോൻ മിണ്ടാതിരിക്കാൻ പറയും. അപ്പം ജോർജ് കുട്ടി കുറച്ച് നേരം പാടാതിരിക്കുമ്പോൾ ജോർജ് കുട്ടി പോയെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ കയറി വരുമ്പോൾ ഇവൻ്റെ വായിലോട്ടാണ് വരുന്നത്. ഇവൻ വരുമ്പോൾ എന്നോട് സുവിശേഷം പറയും. എനിക്കൊട്ടും ഇഷ്ടമല്ല അത് കേൾക്കുന്നത്. ഈ ബന്ധിക്കോസുകാരെ കാണുന്നതേ എനിക്കിഷ്ടമല്ല. സ്തോത്രം. അങ്ങനെ നിൽക്കുന്നൊരു കാലഘട്ടമാണ്. എങ്കിലും ഈ ജോർജ് കുട്ടി ഇങ്ങനെ പറയും. ഞാൻ ഇവൻ്റെ നിർബന്ധം സഹിച്ചിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഈ ബെച്ചുച്ചിറക്കാരും അറിയാതിരിക്കാമെങ്കിൽ ദൂരെ എവിടെയെങ്കിലും ഒരു പ്രാർത്ഥനയ്ക്ക് നിൻ്റെ കൂടെ ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ നിർബന്ധിച്ചൊരു ദിവസം എന്നെ ഒരു പ്രാർത്ഥനയ്ക്കായിട്ട് കനകപ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് ആപ്പീസിലെ കുട്ടിച്ചാനെന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ കാല് വെല്ലൂർ മെഡിക്കൽ കോളേജ് മുറിച്ച് കളയാൻ വേണ്ടി കൊണ്ടുപോയത് PC എബ്രഹാം എന്ന് പറയുന്ന ബാങ്ക് അവറാച്ചൻ എന്ന ദേവദാസൻ ചെന്ന് പ്രാർത്ഥിച്ച് സൗഖ്യമായിട്ട് അദ്ദേഹം നടത്തുന്ന ഒരു യോഗം കുട്ടിച്ചാൻ്റെ വീട്ടിലുണ്ട്. മർത്തോമ്മക്കാർ മാത്രം കൂടി വരുന്ന ഒരു വേർപെട്ട യോഗമാണ്. ഈ ബാങ്കിൻ്റെ മാനേജറാണ് ഈ യോഗം നടത്തുന്നത്. അതുകൊണ്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ ഇവർ ഒരു 10-15 പേരെ ഉള്ള അകത്ത് ആരാധിക്കുന്നു. ഞാൻ ആ സ്റ്റെപ്പേലിരുന്നു, കാല് രണ്ടും വെളിയിൽ മുറ്റത്തോടെ ഇട്ട് സ്റ്റെപ്പേലിരുന്നു. കാരണം യോഗം കഴിയുന്നോണ്ട് പേരെന്താണെന്നൊക്കെ ചോദിച്ച് ആൾ വരുമല്ലോ, ബന്ധിക്കോസുകാർ ഇടപാടല്ലേ, അതുകൊണ്ട് അതിനകത്ത് അകപ്പെടാതിരിക്കാൻ യോഗം കഴിയുമ്പോഴേ ഇറങ്ങിപ്പോണം എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ വാതൊക്കെ ഇരിക്കുകയാണ്. അപ്പം ജോർജ് കുട്ടി ആകുന്ന നിർബന്ധിച്ച് അകത്ത് ഞാൻ പറഞ്ഞു, വേണ്ട നിങ്ങൾ അകത്തിരുന്ന് ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞ് ഇങ്ങനെ വാതൊക്കലിരിക്കുകയാണ്. പകുതി ഈ മുറിക്കകത്തും പകുതി റോഡ് മുറ്റത്തുമായിട്ട് ഞാൻ കാലൊക്കെ വെച്ചിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഇരിക്കുന്ന ആളുകളുടെയൊക്കെ തലയെ കൈവച്ച് ഈ ബാങ്കിലെ PC എബ്രഹാം സാർ അവറാച്ചാൻ ഇങ്ങനെ ദൂതൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ അവൻ്റെ മനസ്സിൽ ഓർത്ത് ഈ മനുഷ്യന് മര്യാദയ്ക്കോട്ട് ഇരുന്നാൽ പോരെ, ഇങ്ങനെ ഓടി നടന്ന് എല്ലാവരും തലയെ കൈവെക്കേണ്ട കാര്യമൊക്കെ ഉണ്ടോ എന്നൊക്കെ എൻ്റെ മനസ്സിൽ വരുന്നുണ്ടെങ്കിലും ഈ ജനം 15 പേരെ ഉള്ളിൽ നമ്മുടെ 1000 പേരുടെ ആരാധനയാണ് കേട്ടോ. നിങ്ങൾ മിണ്ടുന്നില്ല. ആൾ 10-16 പേരേ ഉള്ളൂ, പക്ഷേ ഒരു 1000 പേരുടെ ആരാധന മുറിക്കകത്തുണ്ട്. സ്തോത്രം. ഇന്നേക്ക് 36 വർഷം മുമ്പുള്ള ബന്ധിക്കോസുകാരുടെ കാര്യം, ഇന്നത്തെ ബന്ധിക്കോസുകാരുടെ കാര്യമല്ല. അല്ലെങ്കിൽ ഇന്ന് നമുക്ക് റിതം പാടും റംസെറ്റും ഇല്ല, ആരാധന വരത്തില്ലല്ലോ. അന്ന് അതൊന്നുമില്ല. റിതം പാടില്ല, റംസെറ്റില്ല, ടാമറില്ല, ഒരു തമ്പരുണ്ട്, അത് 7 ഇടം പൊട്ടിയും വെച്ച് ഈ റബ്ബർ പാൽ കൊണ്ട് തുണി വെച്ച് ഇങ്ങനെ ആംബുലൻസിലെ പടം പോലെ ഒട്ടിച്ചേക്കുക. അപകടമാണെന്നുള്ളത് അത് കൊട്ടിയാ, പക്ഷെ ഭയങ്കര ആരാധനയാ. ഹല്ലേലൂയ. അങ്ങനെ ഇവർ ആത്മാവിൽ ആരാധിക്കുന്ന ആ ഹോളിൻ്റെ വാതിക്കിരിക്കുമ്പോൾ ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞു, കയറി അകത്തിരിക്കാൻ പറഞ്ഞു കേട്ടോ. ഒരാജ്ഞ പോലെ. ഞാൻ ആർക്കും അങ്ങനെ അനുസരിക്കുന്ന ആളല്ലായിരുന്നെങ്കിൽ ഈ മനുഷ്യൻ്റെ ദൈവാത്മാവിൻ്റെ നിയോഗത്തിൽ ഞാൻ കയറി അകത്തിരുന്നു. എനിക്ക് ഈ മുട്ടയിരിക്കാനൊന്നും വലിയ വശമില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ശമ്പളം പോട്ടിട്ട് കുനിഞ്ഞിരിക്കുകയാണ്. ഈ മനുഷ്യൻ ഇങ്ങനെ എനിക്ക് മനസ്സിൽ എൻ്റെ തലയിൽ ഈ മനുഷ്യൻ കൈവെക്കും എന്നെൻ്റെ മനസ്സിൽ ഇങ്ങനെ പേടിയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മനുഷ്യൻ വന്ന് കറക്റ്റ് ഞാൻ വിചാരിച്ചത് സംഭവിച്ചു. എൻ്റെ തലയെ കൊണ്ട് കൈവച്ചിട്ട് പറഞ്ഞു, ആർക്കും മരുങ്ങാത്ത കാട്ടാനെ പോലെ ഒറ്റയാനെ പോലെ നടന്ന നിന്നെ ഒരു കുഴിക്കകത്തകപ്പെടുത്തി മൂക്കി കൊളുത്തിട്ട് ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. നീ എൻ്റെ വാക്ക് കേട്ട് എൻ്റെ കൽപ്പന പ്രമാണിച്ച് നടന്നാൽ ഞാൻ നിന്നെ വിടുവിക്കും, അല്ലെങ്കിൽ ഞാൻ നിന്നെ കീറിക്കളയും. വിടുവിക്കാൻ ആരും ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. എനിക്കിത് വല്ലതും മനസ്സിലാവുമോ? കീറുമെന്നൊക്കെ പറഞ്ഞാൽ കേൾക്കുന്നതിന് സന്തോഷമാണ് എനിക്ക്. ആരെങ്കിലും കീറണമെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ ഞാൻ നടക്കുന്നത്, അതുകൊണ്ട് കീറിക്കളയുമെന്ന് പറഞ്ഞാൽ പേടിക്കുന്ന സ്വഭാവമില്ല. അതുകൊണ്ട് ഞാനും ഇങ്ങനെ ഇരിക്കുക. പക്ഷേ ആ മനുഷ്യൻ പതുക്കെ അങ്ങോട്ട് തുടങ്ങി കേട്ടോ. തുടങ്ങിയിട്ട് പറഞ്ഞു, ഇന്ന വർഷം ഇത്രാം തീയതി പെരുന്തേനരുവിലെ കയറ്റി ചാടിയപ്പോൾ വിടുവിച്ചത് എൻ്റെ കരമാണ്. അല്ലേ, ഇന്ന വർഷം ഇത്രാം തീയതി വിഷം കുടിച്ചപ്പം വിടുവിച്ചത് എൻ്റെ ഡേറ്റും ഡേയും. അപ്പോൾ എനിക്ക് ജോർജ് കുട്ടിയോട് ഭയങ്കര ദേഷ്യം മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവൻ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ കൃത്യമായ കാര്യങ്ങൾ ഈ മനുഷ്യൻ എങ്ങനെയാണ് പറയുന്നത് എന്ന് വിചാരിച്ച് എൻ്റെ മനസ്സിൽ ഇറങ്ങുന്ന ഉടനെ ഇവനിട്ട് ഒരെണ്ണം കൊടുക്കണം എന്നൊക്കെ എൻ്റെ മനസ്സിൽ വരിക. ക്ഷമിക്കണേ, എന്നെ അന്നത്തെ കാര്യം പറയുന്നേ. ഹല്ലേലൂയ. പക്ഷെ അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ഭോപ്പാലിൽ വെച്ച് 1981 ഭോപ്പാലിൽ വെച്ച് നീ റെയിൽവേ പാളത്ത് തല വെച്ചപ്പോൾ നിന്നെ പൊക്കിയെടുത്ത് ട്രെയിനിനകത്തിരുത്തി കൊണ്ടുവന്നത് ഞാനാന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഈ ജോർജ് കുട്ടിക്ക് അറിയത്തില്ല. അപ്പോൾ എനിക്ക് ഇവനോടുള്ള പ്രയാസം കുറഞ്ഞു. കാരണം ബാക്കിയല്ലേ ഇവൻ അറിയാമെങ്കിലും ഈ ഭോപ്പാലിലെ കഥ എനിക്കും എൻ്റെ ജ്യേഷ്ഠനും ഒക്കെ അല്ല, അത് ലോകത്തിലാർക്കും അറിയത്തില്ല. പക്ഷെ ആ കാര്യം ദൈവാത്മാവ് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയാണ്. ഹല്ലേലൂയ. എന്നിട്ട് അദ്ദേഹം എന്ന് പറഞ്ഞു, നീ എൻ്റെ വചനമനുസരിച്ച് എൻ്റെ കൽപ്പന പ്രമാണിച്ച് നടന്നാൽ ഞാൻ നിന്നെ കരയും കടലും കടത്തി എൻ്റെ വരവന് മുമ്പേ 5 ഭൂഖണ്ഡങ്ങളിൽ എൻ്റെ ദൂതുമായിട്ട് അയക്കുമെന്ന് പറഞ്ഞു.
Praise the Lord. ഇത് കേട്ടപ്പോൾ ഞാൻ അതുവരെയുള്ള എൻ്റെ അന്തരീക്ഷം മാറി കുനിഞ്ഞിരുന്ന് അങ്ങ് ചിരിച്ചു. ചിരിക്കുന്നത് ഞാനും തറയുമല്ലാതെ വേറെ ആരും കണ്ടു. ഞാൻ കുനിഞ്ഞിരുത്തിരിക്കും, അദ്ദേഹം നിൽക്കുകയല്ലേ, നിന്ന് അത് ഊത് പറയുന്നത്. ഞാൻ ചിരിക്കാൻ കാര്യമുണ്ട്. ഇങ്ങനെ ഇവന്മാർ ഈ ബന്ധക്കോസിൽ ആളിനെ കയറ്റുന്നത്. ആദ്യം ഒരു പഴയ കഥയെല്ലാം പറഞ്ഞൊന്ന് വരട്ടിയിട്ട് നാളെ നിന്നെ കരയും കടലും കടത്തി, അന്നൊക്കെ കരയും കടലും കടത്തി വിടുന്ന ഞാൻ ആരാ ഇളകാത്തെ? സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇവന്മാർ ബന്ധക്കോസിൽ ചേർക്കുന്നത് എന്നൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ എതിരായിട്ടുള്ള ചിന്തകൾ വരിക. അതുകൊണ്ട് ഞാൻ കുനിഞ്ഞ് ചിരിക്കാൻ കാര്യം 80 എൻ്റെ പാസ്പോർട്ട് ഗവൺമെൻറ് മേടിച്ച് വെച്ചേക്കുക. അപ്പോഴാണ് ഈ മനുഷ്യൻ പറഞ്ഞ കരയും കടലും കടത്തി വിടുന്നത്. എവിടുന്ന് പാസ്പോർട്ട് ഇട്ടിട്ട് പോകാനാ? ഹലോ, പാസ്പോർട്ടിന് വെയിറ്റ് കൂടിയോണ്ടല്ല, എൻ്റെ കൈ വെക്കാൻ യോഗ്യനല്ലാത്തതുകൊണ്ട് മേടിച്ച് വെച്ചാൽ അതൊക്കെ പറഞ്ഞാൽ രാത്രി യോഗം നീളും. പ്രൈസലോ. അപ്പോൾ എൻ്റെ പാസ്പോർട്ട് അവരുടെ കയ്യിലാണ്. ആ മനുഷ്യനോടാണ് പറഞ്ഞത് നിന്നെ കരയും കടലും കടത്തി 5 ഭൂഖണ്ഡത്തിൽ ഞാൻ വിടുവെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കുഞ്ഞിന് ചിരിച്ചു. അപ്പോൾ ഈ മനുഷ്യൻ നിൽക്കുകയല്ലേ. ഈ മനുഷ്യൻ്റെ അടുത്ത ദൂത്, അടുത്ത വർഷം ഈ സമയത്ത് സാറയ്ക്കൊരു മകൻ ലഭിക്കുമെന്ന് പറഞ്ഞപ്പോൾ സാറ കൂടാരത്തിൻ്റെ മറ പറ്റി ചിരിച്ച പോലെ എൻ്റെ ദൂതിൻ്റെ മുമ്പിൽ നീ ചിരിക്കുന്നോ എന്ന് ചോദിച്ചു. അച്ഛാ, സത്യമായി ജീവിതത്തിൽ പേടിച്ചാന്ന. എനിക്ക് പോലീസുകാരെ പോലും പേടിയില്ലാത്തൊരു കാലമാണ്. പക്ഷേ ഈ മനുഷ്യൻ ഈ ചിരിക്കുന്ന കാര്യം കണ്ട് എന്നോട് സംസാരിക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ചലനങ്ങൾ പോലും ദൈവം ശ്രദ്ധിക്കുക. ദൈവത്തിന് ഒരുത്തിനെ കുറിച്ച് പദ്ധതി ഉണ്ടെങ്കിൽ അവൻ്റെ ചലനങ്ങൾ പോലും വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി കരമടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ഏതൊരു മനുഷ്യനെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ടോ അവൻ്റെ ചലനങ്ങളെ ശ്രദ്ധിക്കുന്ന ഒരു ദൈവമുണ്ട്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ മനസ്സിലെ ചോദ്യം, കർത്താവേ, കരയും കടലും കടന്നു പോണേ പാസ്പോർട്ട് കിട്ടണ്ടേ? അപ്പോൾ അതറിയാതാണല്ലോ ഈ മനുഷ്യൻ ദൂത് പറയുന്നതെന്ന് ചിന്തിച്ച ഞാൻ ചിരിച്ചത്. ഉടനെ ആ മനുഷ്യൻ എൻ്റെ ചിന്തകളെ വായിച്ചിട്ട് ആത്മാവി പറയുകയാണ്, എനിക്ക് കടലിൻ്റെ മീതെ നടക്കാനറിയാം, എനിക്ക് കടലിൻ്റെ കീഴെ ഉറങ്ങാനറിയാം, എനിക്കൊരു കാര്യം അസാധ്യമല്ല എന്ന് അങ്ങ് സംസാരം പറയും. ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയല്ലോ, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പൈതലേ, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാ, എന്നാൽ കഴിയാത്തൊരു കാര്യം. ഞാന് യോഗം കാണാൻ പോയ മനുഷ്യനാണ്. പക്ഷേ ഞാൻ അവിടെ ഇരുന്നു. ആ മനുഷ്യൻ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം പ്രാർത്ഥിച്ചു തന്നു. വെറും ഒരു ഗ്ലാസ് പച്ചവെള്ളം പ്രാർത്ഥിച്ചു തന്നു. 84 ജൂലൈ മാസം 22-ാം തീയതി ഏതാണ്ട് ഉച്ച സമയമായപ്പോൾ തെള്ളിയിൽ രാജു എന്നറിയപ്പെട്ടിരുന്ന ഒരു മനുഷ്യൻ ആപ്പീസിലെ കുട്ടിച്ചാൻ്റെ വീട്ടിൽ മരിച്ചു വീണു. PC ചെറിയാൻ എന്ന് പറയുന്നൊരു പുതിയ മനുഷ്യൻ ആ വീട്ടിൽ എഴുന്നേറ്റ് വന്നു. ഒരല്ലേലൂയ പറഞ്ഞാട്ട്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം കഴിഞ്ഞു പോയി. ഇന്ന് രാത്രി ചിലരെ പുതുക്കത്തിലേക്ക് നടത്തുന്ന ദൈവകൃപ ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്നെ ആരും വേണ്ടാത്ത വ്യക്തിയാണെങ്കിൽ പോലും ഇന്ന് രാത്രി നീ വിശ്വസിച്ച് ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഓ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കാണാൻ പോയ ഞാൻ 3 ദിവസം ആ വീട്ടിൽ താമസിച്ചു. 3 ദിവസം ആദ്യമായിട്ട് ജീവിതത്തിൽ ഉപവസിച്ചു. ഉപവാസം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ചിന്തിക്കാൻ പോലും ഒക്കത്തില്ല. കറക്റ്റ് ടൈമിന് ആഹാരം കഴിച്ചില്ലെങ്കിൽ ആകെ പ്രശ്ന. ഞാൻ എങ്ങനെ ഉപവസിച്ചെന്ന് എനിക്കറിയത്തില്ല. ആ വീട്ടിൽ 3 രാവും 3 പകലും ആ ദൈവപ്രത്യൻ്റെ കൂടെ പാർത്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഞാൻ രക്ഷിക്കപ്പെട്ട് ദൈവപൈതലായിട്ട് നാട്ടിലേക്ക് മടങ്ങി വന്നു. പക്ഷെ വീട്ടിൽ വന്നപ്പോൾ അത് അംഗീകരിക്കാൻ ആരും തയ്യാറല്ല. 2-4 ആഴ്ച ഞാൻ വെച്ചുചിറന്ന് കനകൊപ്പലം വരെ യോഗത്തിന് പോകും, തിരിച്ചു വരും. 3-4 ആഴ്ചയായപ്പോൾ ഈ ജോർജ് കുട്ടിക്ക് ഒരു ആവേശം, പുള്ളിക്കാരൻ ഇങ്ങനെ ഒരാളെ രക്ഷയിലേക്ക് കൊണ്ടുവന്നല്ലോ, അപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് വെച്ചുച്ചിറല സഭയിൽ വന്നപ്പോൾ പുള്ളിക്കൊരു ക്രെഡിറ്റ് ആണല്ലോ, അതുകൊണ്ട് പുള്ളി ഇങ്ങനെ വെച്ചുച്ചിറ പോകാൻ വേണ്ടി എന്നെ നിർബന്ധിക്കുക. അങ്ങനെ ആയപ്പോൾ ഞങ്ങളുടെ നേരെ പഠിക്കില്ല CSI പള്ളി, ആ പള്ളി കഴിഞ്ഞ് വേണം ഞാൻ ഈ വെച്ചുച്ചിറയ്ക്ക് ഈ ചർച്ചക്കോടിൻ്റെ ചർച്ചിൽ പോകാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാൻ പള്ളി വരുന്ന പോലെ വന്നേക്കാം, നീ പുസ്തകം കൊണ്ട് അങ്ങ് വന്നേക്കാൻ പറഞ്ഞു. അങ്ങനെ പുസ്തകം ഇല്ലാതെ ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്ന് ഞാൻ ഇവരുടെ കൂടെ ഏറ്റവും പുറകിലുള്ള ബെഞ്ചിരുന്നു, ബാക്കിയുള്ളവരൊക്കെ നിലത്തിരുന്ന് ആരാധിക്കുന്നു. അവിടെ ഞാനിങ്ങനെ വല്യപ്പച്ചന്മാരൊക്കെ ഇരിക്കുന്ന നിറയെ പോയി ഈ ബെഞ്ചിൽ ഇങ്ങനെ ഇരുന്നു. യോഗം കഴിഞ്ഞ ഉടനെ അവിടുത്തെ അന്നിരിക്കുന്ന ഒരു മർത്തോമായി ഇന്ന് അച്ചമ്പട്ടം വിട്ടിട്ട് പാസ്റ്ററായി വന്ന ഒരാളാണ് അവിടെ പാസ്റ്ററായിട്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ന് നമുക്ക് അടിയന്തരമായിട്ട് സഭയുടെ കമ്മിറ്റി ഉണ്ട്, കമ്മിറ്റിക്കാർ നിൽക്കണമെന്ന് പറഞ്ഞു. കമ്മിറ്റിക്കാരന്ന് കൂടിയത് തെള്ളിയിലെ രാജു പ്രാർത്ഥനയ്ക്ക് ഇങ്ങോട്ട് വരിക, സഭയിൽ എടുക്കണോ വേണ്ടായോ എന്നറിയാനാ. അതിന് കമ്മിറ്റി ഉണ്ട് ചാ.
എന്നെ എടുക്കണോ വേണ്ട എന്നറിയാൻ കമ്മിറ്റി. അപ്പോൾ കമ്മിറ്റിക്കാരെല്ലാം പറഞ്ഞു എടുത്തിട്ട് പുള്ളിക്കാരൻ തിരിച്ചു പോയാൽ നമ്മുടെ സഭയ്ക്ക് നാണം കേടാകും. ഇന്നാൾ ഇന്നടത്തെ തങ്കച്ചൻ പോയി, മറ്റേടത്തെ അവർ പോയി, അതുകൊണ്ട് ഈ പുള്ളിയും പോകാൻ സാധ്യതയുണ്ട്. പുള്ളി ഇപ്പോൾ തൽക്കാലം ഈ വിഷയത്തിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു അഭിനയമായിരിക്കും. മുഴുത്ത മാനസാന്തരം 3 മാസമാണ്, അതുകൊണ്ട് നമുക്ക് എടുക്കാൻ വരട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു അപ്പച്ചൻ, തോമാച്ചാൻ എന്ന് പറഞ്ഞ അപ്പച്ചൻ മരിച്ചുപോയി കേട്ടോ. നല്ല അദ്ദേഹം പറഞ്ഞു ഏതായാലും വന്നതല്ലേ പുറയിലെങ്ങാണ് ഇരിക്കട്ടെന്ന് പറഞ്ഞു. അങ്ങനെ കൃപയാൽ അന്നത്തെ കമ്മിറ്റിയുടെ ഫൈനൽ ഡിസിഷൻ പുറയിലിരിക്കാൻ ഒരു അനുവാദം കിട്ടി. സ്തോത്രം. അന്ന് തീരുമാനിച്ച കമ്മിറ്റിക്കാരൊക്കെ ഇപ്പോൾ ഒത്തിരി പുറകിരിക്കുക. ഞാൻ ഒത്തിരി മിന്നെ വന്നു. ഒരല്ലേലിയ പറഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകം മാക്സിമം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നീ വന്നാലും പുറകിരിക്കാനാ. പക്ഷെ വിളിച്ചവൻ്റെ പ്ലാൻ അതൊന്നുമല്ല. ഹല്ലേലൂയ. വിളിച്ചവനാ തീരുമാനിക്കുന്ന മിന്നെ വരണോ പുറകി വരണോ എന്നുള്ളത്. ഹല്ലേലൂയ. ഇന്ന് ആ സഭയുടെ സെൻട്രൽ പാസ്റ്ററാ ഞാൻ. ഈ കമ്മിറ്റിക്കാരുടെയൊക്കെ പിള്ളേരുടെ കല്യാണം ഞാനാ നടത്തുന്നത്. ഒരല്ലേലൂയ പറഞ്ഞാട്ട്. ഓ, കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഇന്ന് രാത്രി നീ ആരാകണമോ തീരുമാനിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 84 പറഞ്ഞു കരയും കടലും കടത്തി 5 ഭൂഖണ്ഡത്തിൽ വിടുമെന്ന്. അതൊരു സ്വപ്നം പോലെ കേട്ട് ചിരിച്ചവനാ ഞാന്. പക്ഷെ ഇന്ന് രാത്രി ഇവിടെ നിൽക്കുമ്പോൾ 5 ഭൂഖണ്ഡത്തിൽ അയച്ചു കേട്ടോ. അവൻ വാക്ക് പറഞ്ഞാൽ മാറത്തില്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവം ഇവിടെയുണ്ട്. ഇന്ന് രാത്രി ആരുടെയൊക്കെയോ തലമുറയെ ദൈവത്തിന് വിടിവിക്കാനായിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ ഇവിടെയോ ദൂരത്തോ തലമുറയെ കുറിച്ച് കരയുന്ന പിതാവേ മാതാവേ ഒരിക്കലും വിടുതൽ പ്രാപിക്കത്തില്ലെന്ന് പിശാച് വാതുകെട്ടിയ ചില തലമുറയുടെ മേൽ ഇന്ന് രാത്രി ഒരു വിടുതൽ പകരുവാൻ കരുത്തുള്ള ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രമാ കരം നന്നായിട്ടടിച്ച്. ഓ കുടുംബങ്ങൾ പുറത്തു വരട്ടെ, തലമുറകൾ പുറത്തു വരട്ടെ. അവനെ നിരാശയിലേക്ക് കൂപ്പുകുത്തിക്കുന്ന മരണത്തിലേക്ക് വഴി നടത്തുന്ന അന്ധകാര മണ്ഡലങ്ങളുടെ മേൽ ഇന്ന് രാത്രി ജയമെടുത്തുകൊണ്ട് ആത്മാവിൽ ഞങ്ങൾ കൽപ്പിക്കുകയാ. അവൻ പുറത്തു വരട്ടെ. ദൈവത്തിനറിയാം ആരെ വിളിച്ച പ്രയോജനപ്പെടുമെന്ന്. ഒരുത്തൻ്റെ ദേഹത്ത് ഈ ചോക്ലേറ്റ് ചവനീനി ഉറുമ്പ് കയറിയ പോലെ 6000 പിശാച് ഒന്നിച്ചു കയറി അവനിങ്ങനെ അരിച്ചു പറയിക്കൊണ്ടിരിക്കുക. 6000 എണ്ണവാ. 6000 പിശാചുള്ളവനെ കൊണ്ടുപോയ ഭ്രാന്താശുരിക്കാർ പുറത്തു വിട്ടു. അവൻ ധരിച്ച ചങ്ങല ഉരുമി പൊട്ടിച്ചു, ഇട്ട വസ്ത്രം അരിച്ചു കളഞ്ഞു. ഭാര്യ അവനെ ഉപേക്ഷിച്ചു, പിള്ളേർ അവനെ കൈവിട്ടു, അപ്പനും അമ്മയ്ക്കും അവനെ വേണ്ട, വീട് അവന് വേണ്ട. അവൻ്റെ അവസാന ഗതി ശവക്കോട്ടെ കിടന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് നടക്കാനാ. കൂട്ട് ശവങ്ങളാ. ശവങ്ങളുടെ നടുവിൽ 6000 ഭൂതം അരിച്ചു പറക്കുന്നവൻ കടന്നു. എല്ലാവരും വിളിച്ചു ഭ്രാന്തന. അവന്റെ പെങ്ങടെ കല്യാണം ആലോചിക്കാൻ ബസ്സിറങ്ങിയവർ പറഞ്ഞു ആ വട്ടന്റെ വീട്ടിൽ കൊണ്ടാണോ കെട്ടിക്കുന്നത്? അവൻ മൂലം പെങ്ങടെ കല്യാണം അഴപ്പിപ്പോയി. ഹല്ലേലൂയ. അവന്റെ അനിയന് വിവാഹക്കാർ വന്നു. ഈ ഭ്രാന്തന്റെ അനിയനെ കൊണ്ടാണോ കെട്ടിക്കുന്നത്? ഇവൻ മൂലം അവന്റെ ഭാവി പോയി. ഒരുത്തൻ മൂലം കുടുംബത്തിന് മുഴുവൻ നന്മയും കെട്ടപ്പെട്ട് കിടക്കുമ്പോൾ അങ്ങ് അകലെ 5000ങ്ങൾക്ക് അപ്പം കൊടുത്ത കർത്താവ് ഇക്കരെ കരയുന്നവന്റെ നിലവിളി കേട്ടു. ഇന്ന് രാത്രി ആർക്കും വിടിവിപ്പാൻ കഴിയാത്തവനെ നിലവിളി കേട്ടിട്ട് കടന്നു വരുന്നൊരു സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി ഉണ്ട്. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അമ്മ വെറുത്തത്, അപ്പൻ വെറുത്തത്, സഹോദരങ്ങൾ കൈവിട്ടത്, എല്ലാവരാൽ തള്ളപ്പെട്ടതിനെ തേടി വരുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഉണ്ട്. ഓരമാന വൈഡരാജ ധീരമാന രഗതജാല വക്ഷവേദ രൗഡേ റിബന രഗൽഖന. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മാന്യതയുള്ള നല്ല ആളുകൾ ഇക്കരെയുള്ളപ്പോ എന്തിനാ കർത്താവ് അക്കരെ ശവക്കോട്ടെ കിടക്കുന്ന ഭൂതം ബാധിച്ചവന്റെ പുറകെ പോകുന്നത്? കർത്താവ് പറഞ്ഞു മോനെ, ദെക്കപ്പോലി എന്ന 10 പട്ടണത്തെ സുവിശേഷീകരിക്കാൻ കൊള്ളാവുന്നവനെ അവൻ. അതറിഞ്ഞിട്ട് അവനെ നേരത്തെ പിശാച് കെട്ടിയേക്കുന്നത്. നിന്റെ തലമുറയുടെ പുറകിൽ ഒരു ബന്ധനമുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെന്ന് ഈ രാത്രി വിശ്വസിക്കുന്നവർ ദൈവത്തെ ആരാധിക്കട്ടെ. അസാധ്യതകളുടെ മേൽ പ്രവർത്തിക്കുന്ന ദൈവകരം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു. പിശാച് കെട്ടിയ ചിലതിനെ ഈ 10ാമത്തെ രാത്രിയിൽ ദൈവം കെട്ട
കെട്ടഴിച്ച് പുറത്തു കൊണ്ടിരിക്കുക, കെട്ടഴിച്ച് പുറത്തു കൊണ്ടിരിക്കുക. ഓ, വിശ്വസിച്ച മാതാപിതാക്കൾ പ്രാർത്ഥിച്ചു. ഒരു അസാധാരണമായ ദൈവകൃപ. പത്താമത്തെ രാത്രി തലമുറയുടെ കെട്ടഴിഞ്ഞുകൊണ്ടിരിക്കുക, തലമുറയുടെ കെട്ടഴിഞ്ഞുകൊണ്ടിരിക്കുക, തലമുറയുടെ കെട്ടഴിഞ്ഞുകൊണ്ടിരിക്കുക. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവവചനം പഠിക്കാനായി ബൈബിൾ കോളേജിലേക്ക് പോയി. അവിടെ ചെന്ന് ശക്തന്മാരായ അനുഭവമുള്ള ദൈവദാസന്മാർ ദൈവവചനം പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കിതൊന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ഈ ഹബക്കൂക്കിൻ്റെ പ്രവചനം എന്നൊക്കെ പുസ്തകത്തിനകത്തുണ്ടെന്ന് അവിടെ ചെന്നപ്പോഴാണ് നമുക്ക് പിടികിട്ടി. സ്തോത്രം. അങ്ങനെ ഞാൻ പഠിച്ചു. ഒന്നാമത്തെ എക്സാം കഴിഞ്ഞു. പരീക്ഷയ്ക്ക് എൻ്റെ കൂടെ പഠിച്ച 31 പേരും പാസ്സായി. ഞാൻ സംപൂജ്യനായി. സംപൂജ്യനായെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഒരു വലിയ പൂജ്യം കിട്ടിയെന്നാണ്. പ്രൈസലോ. അപ്പം ഞാൻ കേട്ടിട്ടുണ്ട്, നസ്രാണി ഗതികെട്ടാൽ ഉപദേശിയാകും, മുസ്ലിം ഗതികെട്ട മതികച്ചവടക്കാരനാകും, ഹിന്ദു ഗതികെട്ട സന്യാസിയാകും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ഞാനും അങ്ങനെ ഗതികെട്ടിട്ട് ഉപദേശിയാകാൻ പോവാണോ എന്ന ചിന്ത എന്നെ ഭരിച്ചു. പ്രൈസലോ, പ്രൈസലോ. അവിടെ മഹേഷ് മെമ്മോറിയൽ കൂടെന്നും പറഞ്ഞ് മുളക്കഴ കുക്കു സാഹിബിൻ്റെ കാലത്ത് പണിത പഴയ ഒരു ഹാളുണ്ട്. അതിങ്ങനെ പലകകൾ കൊണ്ട് അറകളായി പണിതിരിക്കുകയാണ്. ആ പലകൾ നൂർത്താൽ വലിയ ഹോളാകും, പലകൾ അടച്ചാൽ ഓരോ മുറിയാകും. 9 മണി കഴിയുമ്പോൾ ലൈറ്റ് നിർത്തണം, അല്ലേ ഫൈനാണ്. അപ്പോൾ മുറിക്കകത്തിരുന്ന് അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയറൊക്കെ ബുദ്ധിമുട്ടാണ്. എല്ലാവരും ആ സമയത്ത് ഉറങ്ങിക്കണം, കാരണം 4 മണിക്ക് എഴുന്നേക്കേണ്ടതാണ്. അപ്പം നിയമം തെറ്റിച്ച് മുറിക്കാതിരുന്ന് പ്രാർത്ഥിച്ച് മറ്റവർക്ക് ഡിസ്റ്റർബ് വരുത്താൻ പാടില്ല. അപ്പം ഞാൻ പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല എനിക്കന്ന്. ഞാൻ രാത്രി പോയി ഇങ്ങനെ കുത്തിയിരുന്ന് കരയാനറിയാം. ഹലോ, പ്രാർത്ഥിക്കാൻ അറിയാവുന്ന എത്ര പേരുണ്ട്? ഓക്കെ, നിങ്ങൾ സമ്മതിച്ചല്ലോ. ഓക്കെ, കർത്താവിനോട് ഇന്ന് രാത്രി പറഞ്ഞ എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. അങ്ങനെ ഞാൻ അനേക രാത്രികൾ പകലാക്കി കേട്ടോ. ഞാൻ ചോദിച്ചത്, കർത്താവെ, വാസ്തവമായിട്ട് എന്നെ നിൻ്റെ വേലയ്ക്ക് വിളിച്ചതാണോ? അപ്പോൾ ഈ പ്രസംഗശാസ്ത്രം പഠിപ്പിക്കുന്നൊരു പീരീഡുണ്ട്. ആ പീരീഡിൽ എല്ലാ ഫാക്കൽറ്റീസും ഇരിക്കുന്ന വേദിയിൽ വെച്ച് ഒരാൾ പ്രസംഗിക്കണം. അപ്പം അങ്ങനെ ഞാനും പ്രസംഗിക്കാൻ കയറി. ഒരു വാക്യം വായിച്ചിട്ട് ഞാൻ ആ വാക്യം തന്നെ 2-3 ആവർത്തി പറഞ്ഞു വെച്ച്, ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിരുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, വാസ്തവമായിട്ട് നീ എന്നെ വിളിച്ചതാണോ? മറുപടി ഇല്ലാത്ത, ദൈവശബ്ദം കേൾക്കാത്ത അനേക രാത്രികൾ കടന്നുപോയി. ഈ രാത്രി ഉറക്കളച്ചേച്ച് പകൽ ക്ലാസ് വന്നിരുന്ന് പിന്നെ ഉറങ്ങും. സ്തോത്രം. അപ്പോൾ അടുത്ത പ്രാവശ്യവും സംപൂജ്യനാകും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. കാരണം ക്ലാസ്സിൻ്റെ സമയത്തൊക്കെ ഞാൻ എന്ത് ചെയ്യാണ്? ഉറങ്ങുകയാണ്. എല്ലാവരും ഇവിടെ ഉണ്ടേ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പക്ഷെ ദൈവമാർഗം കടക്കാരനല്ല. ഒരു രാത്രി സ്വർഗ്ഗം എൻ്റെ അടുക്ക് ഇറങ്ങി കേട്ടോ. ഈ ദാനിയേലിൻ്റെ അടുക്കലും പൗലോസിൻ്റെ ഒക്കെ ദൈവം ഇറങ്ങിയെന്നൊക്കെ ഞാൻ കേട്ട് വായിച്ചു. പക്ഷേ അതങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ അറിഞ്ഞു. എൻ്റെ അടുക്ക ദൈവം ഇറങ്ങി. എന്നോട് പറഞ്ഞു, ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ഞാൻ പോഷത്വമായതിനെ തിരഞ്ഞെടുത്ത ദൈവമാണ്. ബലവാന്മാരെ ലജ്ജിപ്പിക്കാൻ ബലഹീനമായി തിരഞ്ഞെടുത്ത ദൈവമാണ്. ഓ ഹല്ലേലൂയ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ഞാൻ നിന്റെ നാവിന്മേൽ തൊടുകയാണെന്ന് പറഞ്ഞു. അന്ന് രാത്രി കർത്താവിൻ്റെ ആദരത്തെ തൊട്ടു. ഹല്ലേലൂയ. എൻ്റെ തലച്ചോറിനെ തൊട്ടു. അല്ലെ, പിശാച് കെട്ടി എൻ്റെ ബ്രെയിനിൻ്റെ കെട്ട് ദൈവം അഴിച്ചു. അന്ന് രാത്രി മുതൽ ദൈവം എന്നെ മാനിക്കാൻ തുടങ്ങി. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആ പഠനം കഴിഞ്ഞ് ഗ്രാജുവേഷൻ ചെയ്യുമ്പോൾ 1ാമത്തെ റാങ്ക് ഞാൻ പാസ്സായി.
കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഓ ഹല്ലേലൂയ. ലോകത്തിലെ അനവധി രാജ്യങ്ങളിലെ വലിയ വലിയ കോൺഫറൻസുകളിൽ ഒന്നിലധികം പ്രാവശ്യം പ്രസംഗിക്കാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു. ഹല്ലേലൂയ. ഒരുവനെ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങിയാൽ അവൻ എങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ഇന്ന് രാത്രി ആർക്കും പ്രവചിക്കാൻ കഴിയത്തില്ല. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? ഈ ആരാധന ആലയത്തിയിരിക്കുന്ന ചിലതിനെ ഇന്ന് രാത്രി കർത്താവ് വേർതിരിക്കാൻ പോകുകയാണ്. നിന്റെ ആദരത്തെ ദൈവം തൊടാൻ പോകുകയാണ്. നിന്റെ ബുദ്ധി മനത്തെ ദൈവം തൊടാൻ പോകുകയാണ്. ഓ, വിശ്വസിക്കുന്നവർ നന്നായി ദൈവത്തെ ആരാധിക്കട്ടെ. ഈ രാത്രിയിൽ ദൈവം ചില അത്ഭുതങ്ങൾ നിന്റെ കൂടാരത്തിൽ വെളിപ്പെടുത്താൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ, അതങ്ങനെ സംഭവിക്കട്ടെ, അതങ്ങനെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാര്യയെ കർത്താവ് എനിക്ക് തന്നു. നല്ല പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസിയെ തന്നു. പുള്ളിക്കാരത്തി ഇന്ന് വരെ ഞങ്ങളുടെ LM-ന്റെ സെക്രട്ടറി ആയിട്ടില്ല, പ്രസിഡന്റ് ആയിട്ടില്ല, സഭയിൽ ഒരു ഔദ്യോഗിക സ്ഥാനം വഹിച്ചിട്ടില്ല. ഇങ്ങനെ തിരശ്ശീലയ്ക്ക് പുറകിൽ പ്രാർത്ഥിക്കത്തേ ഉള്ളൂ. സ്തോത്രം. പക്ഷേ ആ പ്രാർത്ഥനയാണ് എന്നെ സ്റ്റേജിൽ നിർത്തിയേക്കുന്നത്. എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട 3 പെൺകുഞ്ഞുങ്ങളെ തന്നു. 3 പേർക്കും ദൈവം നല്ല വിദ്യാഭ്യാസം കൊടുത്തു. 2 പേരുടെ വിവാഹം കഴിഞ്ഞു. 2 പേർക്ക് ഓരോ കുഞ്ഞുങ്ങളായി. അവരെല്ലാം കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ജോലിയോടെ ചെയ്തുകൊണ്ട് ജീവിക്കുന്നു. ഇന്ന് രാത്രി ഒരുവനിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ അവനെ പണിതെടുക്കുന്ന ദൈവം ഈ 10ാമത്തെ രാത്രിയിൽ ഈ സാക്ഷ്യം കേട്ട ചില കുടുംബത്തിൻ്റെ ഉള്ളറയിൽ ഒരു വിടുതൽ ഇന്ന് രാത്രി പകർന്നിട്ടുണ്ട്. എത്ര മാതാപിതാക്കൾ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.